കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ ടിൻറ്റു ചെറിയാൻ്റെയും പ്രിയ മകൾ ഹെപ്സിബ സാറ ബിജു അവരുടെ വിവാഹ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും കുറിയിൽ ഒപ്പിട്ടപ്പോൾ അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരും ആദരനുമായ കർത്തൃദാസന്മാർ, ചെയർമാൻ പാസ്റ്റർ സണ്ണി ചാക്കോ അവർ, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ, ഞാൻ ക്രിസ്തുവിൽ പിതൃതുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ ഡോക്ടർ കെ.സി. ജോൺ അവർ, വേദിയിലായിരിക്കുന്ന മറ്റ് ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, പാസ്റ്റർ ഐ. ജോൺസൺ അവർ, എൻ്റെ സുഹൃത്ത് പാസ്റ്റർ തോമസ് മാത്യു ചാരുവേലിൽ, പാസ്റ്റർ സി വി മാത്യു അവർ, പാസ്റ്റർ ചാക്കോ ജോൺ, എല്ലാവർക്കും, എല്ലാ സദസ്സിലായിരിക്കുന്ന കർത്തൃദാസന്മാർ എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു പ്രസംഗകനായി വരാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഇതിനകത്ത് ഒരു പങ്കാളിയായി നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ബിജു മാത്യു അവർ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി, ഒരു കാൽ പതിറ്റാണ്ടായി, ഒരു 25 വർഷമായി അദ്ദേഹം എൻ്റെ ഒരു സന്തത സഹചാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്കൊരുമിച്ച് പ്രവർത്തിക്കാൻ PYPയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു, സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു, സഭാ ശുശ്രൂഷയിൽ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു കാൽ നൂറ്റാണ്ടിലെ ഒരുമിച്ചുള്ള ഞങ്ങളുടെ പ്രവർത്തനം അർപ്പണ മനോഭാവത്തോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു ശ്രേഷ്ഠനായ ദൈവദാസനാണ് പാസ്റ്റർ ബിജു മാത്യു അവർ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയ സഹോദരി ഗിരിജ, മക്കൾ. എനിക്ക് പാസ്റ്റർമാരുടെ വിവാഹത്തിനും മക്കളുടെ വിവാഹ നിശ്ചയത്തിനൊക്കെ പങ്കെടുക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ജീവിതത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ വളർന്നവരാണ് ദൈവദാസന്മാരുടെ മക്കൾ. പ്രത്യേകിച്ച് ബിജു മാത്യു പാസ്റ്റർ തൻ്റെ ശുശ്രൂഷ കാലയളവ് മുഴുവൻ പാഴ്സനേജിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ശ്രേഷ്ഠനായ ദൈവദാസനാണ്. എനിക്കും 2 പെൺപിള്ളേരാണ്, ബിജു മാത്യുവിനും 2 പെൺമക്കളാണ്. ഞങ്ങളെക്കാളൊക്കെ കർത്താവിന് വേണ്ടി ഈ പാഴ്സനേജിൽ താമസിച്ചുള്ള കർത്താവിൻ്റെ വേല, സ്വാതന്ത്ര്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ മതി കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കാൻ. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ആ പരിമിതിയിൽ ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സേവിച്ച് മാതൃകാ ജീവിതമുള്ള കുഞ്ഞുങ്ങളായി. എനിക്കവരെ നന്നായിട്ടറിയാം. അവർക്ക് നല്ലൊരു മാതൃകാ ജീവിതമുള്ള 2 കുഞ്ഞുങ്ങൾ. പ്രിയ ഹെപ്സിബയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു മോനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം തരുന്നു എന്നറിഞ്ഞതിൽ പ്രിയ ടിൻറ്റുവിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ ഡേയ്സാണ്. എത്ര ദിവസമുണ്ട് കുഞ്ഞുങ്ങളെ? ഹാർഡ്ലി 5 days അല്ലേ? ഒരു 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുകയാണ്. ഓരോ മണിക്കൂറുകളും നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്ത് യു ആർ വെയിറ്റിംഗ് ഫോർ യുവർ മാരേജ് ഡേ. എന്നാൽ ഇന്നു മുതൽ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യം വിവാഹ ശുശ്രൂഷയിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫാമിലി ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ മറക്കരുത്. ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുകയിലാണ്. പാസ്റ്റർ കെ.സി. ജോൺ അവർ എനിക്ക് ശേഷം പ്രസംഗിക്കുന്നുണ്ട്. അതിന് മേളിൽ കയറിയൊരു പ്രസംഗം എനിക്കിഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് 1-2 കാര്യങ്ങൾ സംസാരിച്ച് നിർത്തുകയാണ്.
നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന നിങ്ങൾ മറക്കരുത്. ഇതുവരെ നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങളുടെ പാരൻസിൻ്റെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇനിയും നിങ്ങളെ മുന്നോട്ട് പോകുവാനുള്ള മുഴുവൻ ആർജവും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണ്. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പരാജയപ്പെട്ടിട്ടില്ല. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവൻ പരാജയപ്പെട്ടു, അവൾ പരാജയപ്പെട്ടു, അവർ പരാജയപ്പെട്ടു എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ആ പരാജയത്തിനകത്തുനിന്നൊരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഒരു പറന്നുയരും. കാരണം പ്രാർത്ഥനയുടെ പവർ ചാരത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്ന ശക്തിയാണ്. നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരാൻ ഏറ്റവും പ്രധാനം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്പർ 2, ലവ്, സ്നേഹിക്കണം. എന്തോ സ്നേഹം? ടിൻഡുവിന് സ്നേഹിക്കാൻ അറിയാവുന്നതാണ്, മുഖം കണ്ടിട്ട് തോന്നുന്നത്. എഫ്സിബ അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മകളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അഗപ്പെ ലവാണ്, നോട്ട് ഇറോസ് ഓർ ഫിലയോ. ഇങ്ങോട്ട് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ സെക്ഷുവൽ ലവ് മാത്രമല്ല, അല്ലെങ്കിൽ കണ്ടീഷണൽ ലവ് അല്ല. അതൊക്കെ ലോകത്തിൻ്റെ സ്നേഹമാണ്. അതിനപ്പുറത്ത് അഗപ്പെ ലവ്, അത് നമുക്ക് കാണാൻ കഴിയുന്നത് കാൽവറി ക്രൂശിലാണ്. അതിൻ്റെ യഥാർത്ഥ പേര് സാക്രിഫിഷ്യൽ ലവ് എന്നാണ്. ജീവൻ കൊടുത്ത് വില കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം. അത് രണ്ടുപേരും അന്യോന്യം നിങ്ങൾ സ്നേഹിക്കണം. അവിടെ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരും. യേശു കർത്താവിനെ മാത്രം നിങ്ങൾ നോക്കുക. കർത്താവിൻ്റെ സ്നേഹം, ഹീ സ്റ്റിൽ ലവ്സ് അസ്. നമ്മളെ ഇന്നും സ്നേഹിക്കുന്ന സ്നേഹമാണ് അത്. അന്ന് സ്നേഹിച്ച് നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്നല്ല, ഇന്നും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, എക്സിസ്റ്റിംഗ് ലവ്. ഒരു 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കും. ഹണിമൂൺ പീരീഡുണ്ട്, ആ കാലഘട്ടം കഴിയും. അത് കഴിഞ്ഞിട്ടൊരു ബിഗിനിങ് സ്റ്റേജിലെ 2 വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ രണ്ടും ഇനി എന്തായാലും മരിക്കുന്നവരെ വേറെ ആരും ഇല്ലയെന്ന് പറഞ്ഞ് ഒരുമിച്ച് പോകുന്നൊരു സമയമുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് കുടുംബജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അവിടെയെല്ലാം നിങ്ങളെ ഒന്നിപ്പിക്കുന്നതും ദൃഢമാക്കുന്നതും നിങ്ങളുടെ ആഴമായ ആത്മാർത്ഥമായ സ്നേഹമാണ്. അത് തുടക്കത്തിലുള്ള സ്നേഹത്തേക്കാൾ ഒടുക്കത്തിൽ ശക്തിപ്പെട്ടിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നിവിടെ നടക്കുന്ന ഈ വിവാഹ നിശ്ചയം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലേ? ആണോ അല്ലയോ? അക്കോർഡിംഗ് ടു ദ ബൈബിൾ. നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിളിൽ വിവാഹ നിശ്ചയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ആ വിവാഹ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് വിവാഹ നിശ്ചയം. പൗലോസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവുമായിട്ട് സഭയുമായിട്ട് കണക്റ്റഡായി പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് വിവാഹ നിശ്ചയം. ഈ 5 days നിങ്ങൾക്കുടെ മൈൻഡ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അത്രയും ആകർഷണപരമായ ഒരു അനുഭവം പിന്നെ വിവാഹം കഴിഞ്ഞാൽ പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ 5 ദിവസത്തെ നിങ്ങളുടെ മനസ്സിൻ്റെ ത്വര എന്ന് ഒന്നിക്കാമെന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതുപോലെയാണ് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. കാരണം ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീർന്ന സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. നമ്മൾ ഏത് യോഗത്തിന് ചെന്നാലും ഏത് ശുശ്രൂഷയിൽ അകപ്പെടുത്താലും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ ഭരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. ആ മടങ്ങിയ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് നാം വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരിക്കണം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിച്ചിരിക്കണം. ദൈവമക്കളായി തീർന്നിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഗപ്പെ ലവ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രദർശിക്കപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. ആ കാൽവറി ക്രൂശിലൂടെയാണ്
നമുക്ക് രക്ഷ സ്വായത്തമാക്കാൻ സാധിച്ചത്. ആ രക്ഷ അനുഭവിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ജീവിച്ച് കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങി നിത്യതയുടെ അവകാശികളായി തീരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വിവാഹ നിശ്ചയത്തിലൂടെ കാഴ്ചയോട് വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും മംഗളകരമായി തീരട്ടെ. അന്ന് വരണമെന്നുണ്ടായിരുന്നു, എനിക്ക് മറ്റൊരു ശുശ്രൂഷയുള്ളതുകൊണ്ട് സാധ്യമല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ ആശംസകളും കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ സ്നേഹത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മെസ്സേജ് നൽകിയതായ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ കൊന്നനിൽക്കുന്നുള്ളതായ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ സ്തോത്രം, KC ജോൺ അവറുകളാണ്. പവർ വിഷൻ ചാനലിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം തിരുവല്ല സെൻട്രൽ മിനിസ്റ്ററുമായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ തുടർന്ന് നമ്മോട് ദൈവജനത്തിൽ സംസാരിക്കും. വളരെ സ്നേഹത്തോടെ ആദരവോടെ പ്രിയ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചിറ്റുമോൻ്റെയും MC വാമോടെയും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ബന്ധുമിത്രാദികൾക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും ഗായക സംഘത്തിനും വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സണ്ണി ചാക്കോ, ഈ അധ്യക്ഷവേദിയിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ദാനിയേൽ കൊന്നനിൽക്കുന്നതിൽ പാസ്റ്റർ CV മാത്യു, മറ്റ് ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്തൃദാസൻ വളരെ മനോഹരമായി വിവാഹ ബന്ധത്തിലെ സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് സഭയെക്കുറിച്ച് പറയുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യമാണ് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയം എന്ന ചടങ്ങ് ഇവിടെ നമുക്ക് കിട്ടിയത് യഹൂദന്മാരിൽ നിന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദന്മാർക്ക് 2 പ്രമുഖ പാരമ്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജുഡിയൻ പാരമ്പര്യവും മറ്റൊന്ന് ഗലീലിയൻ പാരമ്പര്യവും. ജുഡിയൻ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയത്തിനേ ഉള്ള പ്രാധാന്യം, വിവാഹത്തിനല്ല. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ഇത് മാറാനൊക്കത്തില്ല. മാറണമെങ്കിൽ അവരുടെ സിവിൽ കോടതിയിൽ കേസ് കൊടുത്ത് ആ കേസിൻ്റെ പരിഹാരമായിട്ടേ മാറാനൊക്കത്തുള്ളൂ. നസറത്തിൽ യേശുവിൻ്റെ മാതാപിതാക്കൾ നസറത്തിൽ താമസിച്ചു. നസറത്ത് ഗലീലയിലാണെങ്കിലും ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിൽ പിറന്ന ആളായതുകൊണ്ട് യഹൂദിയ പാരമ്പര്യമാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചത്. ഗൂഢമായിട്ടല്ല എങ്കിൽ പരസ്യപ്പെടുത്തിയാണെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് അവരുടെ നിയമം. ഗലീലെ കാനാവിൽ നടന്നത് ഗലീലിയൻ പാരമ്പര്യത്തിലെ കല്യാണമാണ്. ഗലീലിയൻ പാരമ്പര്യത്തിലെ കല്യാണത്തിന് വിവാഹത്തിൻ്റെ പ്രാധാന്യം ഭക്ഷണമാണ്. 7 ദിവസമാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. 7ാമത്തെ ദിവസമാണ് യേശു ശിഷ്യന്മാരും കൂടെ കാനാവിൽ ചെന്നത്. യഹൂദിയ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ വരനും വധുവിനും സൗകര്യമുള്ള ഒരു ദിവസം വരൻ ചെന്ന വധുവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. അത്രയുള്ള ചടങ്ങ്. പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് സഭയെ. ഈ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം എന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത്.
ആ ഒരു കൊല്ലത്തിനിടയിൽ വിവാഹം ചെയ്തു വരുന്ന ഭാര്യയെ പാർപ്പിക്കാനുള്ള സൗകര്യം ഭർത്താവ് ഉണ്ടാക്കണം, വീട് പണിയണം, അതിനൊരുക്കം ഉണ്ടാക്കണം. കർത്താവ് നമ്മളുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം വീടൊരുക്കാൻ പോയിരിക്കുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും പിന്നെയും ഇരുത്തേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. ഒരു വലിയ പ്രതീക്ഷയാണ് സഭയ്ക്കുള്ളത്. യേശു മണവാളൻ വരുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോട്, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോട്, ദൈവത്തിൻ്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തിൽ നിൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശകളോട് കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വിവാഹിതരാകുന്ന ടിൻറ്റുമോനെക്കുറിച്ചും മോളെക്കുറിച്ചും നല്ല സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ കേട്ടത്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. IPC തിരുവല്ല സെൻറ്ററിലെ നേരണത്തെ സഭയിലെ പാസ്റ്ററുടെ മകളാണ് എഫ്സിബ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ളൊരു പെൺകുട്ടിയാണ്. നല്ല ജീവിത വിശുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ വളർന്ന അവൾ നല്ല മാതൃകയുള്ളവളാണ്. അതുപോലെ ഇന്നത്തെ മണവാളിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആത്മീയനായ ഒരു യുവ സഹോദരനാണ്. ഇവരുടെ കുടുംബജീവിതം ധന്യമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കണം. ആ സ്നേഹത്തെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ വായിക്കുന്നത്. ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെയുള്ള സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. 2 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ വിവാഹം ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്നിവിടെ നിശ്ചയിച്ചു കഴിഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിവാഹം നടക്കും. ദൈവം അവരെ അത്ഭുതമായിട്ട് പരിപാലിക്കട്ടെ. അവർക്ക് ആവശ്യമുള്ള അവരുടെ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കട്ടെ. ദൈവശക്തിയിൽ അവർ ഒന്നിച്ചേരുവാൻ തക്ക ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനം സംസാരിച്ചതായ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ KC ജോണിലുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസം ഏറെയോ. എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസമേറെയോ. എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസമേറെയോ.
നിന്റെ വരവിനെ വെളിവാക്കും അടയാളമഖിലവും നിറവേറുന്നതു കാണുന്നേ പ്രിയ. നിന്റെ വരവിന്നു താമസമേറയോ പ്രിയ, വരവിന്നു താമസമേറയോ. മഹാപരിശുദ്ധ ഗുരുവേ നിൻ തിരുമുൻപിലടിയനും പരിശുദ്ധ മണവാട്ടിയായി ശോഭിപ്പാൻ പരിശുദ്ധനാക്കിടണേ എന്നെ പൂർണ്ണ പരിശുദ്ധനാക്കിടണേ എന്നെ. എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസമേറയോ. മഹാകരുണയോടടിയനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ. മഹാകരുണയോടടിയനെ സദാകാല വിവാഹത്തിൽ ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാൻ തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ എന്നെ, തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ. എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസമേറയോ. എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിന്നു താമസമേറെയാകുമോ, വരവിന്നു താമസം ഏറയോ. ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ബിജുവായിട്ടുള്ള ബന്ധമല്ല, അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. അതിനുശേഷം ഇവരുടെ മക്കൾ കർത്താവിൻ്റെ ദാസന്മാർ ബിജു പാസ്റ്ററും ബൈജു പാസ്റ്ററും ഒക്കെ ഇന്ത്യൻ പെന്തക്കോസ്റ്റ് യൂസ്വൽ അനുഗ്രഹീതരായ ശുശ്രൂഷകരാണ്. പാസ്റ്റർ ബിജു ഞങ്ങളുടെ സൺഡേ സ്കൂൾ സമധിയിലെ ഒരു അസോസിയേറ്റ് സെക്രട്ടറി ആണ്. ബഹുമാന്യനായ ദാനിയൽ പാസ്റ്റർ പറഞ്ഞ പോലെ വളരെ സമർപ്പണത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു കർത്തദാസനാണ് പാസ്റ്റർ ബിജു അവറുകൾ. തൻ്റെ മകളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ ബഹുമാന്യനായ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ കെ എസ് ജോൺ സാർ അവറുകളൊക്കെ പങ്കെടുക്കുന്നു. എല്ലാവരെയും ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇവർ രണ്ടുപേരുടെയും പേര് പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് പേരൊക്കെ അറിഞ്ഞത്. ആ പ്രിയ മോൻ്റെ പേര് ടിൻഡു എന്ന് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയതാണ്. അപ്പോൾ പേരിനൊരു ചെറിയ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ക്ഷമ. പിന്നെ എക്സ്യുവ എന്ന് പറയുമ്പോൾ അത് ബൈബിളിലെ പേരാണ്, അത് ഹീബ്രു വേർഡാണ്, അതിനൊക്കെ അർത്ഥമുണ്ടാകുന്നു ഞാനിവിടെ പറയുന്നില്ലെങ്കിലും അതിനൊരു അർത്ഥമുണ്ട്. എൻ്റെ സന്തോഷം അവളിലാണ്. അപ്പോൾ ക്ഷമയോടുകൂടെ സന്തോഷത്തോടുകൂടെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ഡിസംബർ 3 നിങ്ങളുടെ വിവാഹത്തോടുകൂടെ സന്തുഷ്ടമായ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെയും നന്മയുടെയും പ്രതീകങ്ങളോടൊരുമിച്ച് ആയിരിക്കാൻ ദൈവം കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ ആയിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആഗോള പ്രതിഭയും തിരുവല്ല ഡിസ്ട്രിക്റ്റിൻ്റെ മിനിസ്റ്ററും ആയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ കെ സി ജോൺ അവറുകൾ,
അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ആരംഭിച്ച ഒരു സഭയാണ് തിരുവല്ല ഡിസ്ട്രിക്റ്റിലെ ഒരു നല്ല സഭയാണ് IPC ടാബർനാക്കിൾ നിരണം. ആ സഭയിൽ നിന്ന് അനവധി കർത്തൃദാസന്മാർ ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഏതാണ്ട് 75-80ഓളം സഭാവിശ്വാസികളും ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ വന്ന് അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ കടന്നു വന്നതോർത്തും ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. നിരണം ടാബർനാക്കിൾ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ ബിജു മാത്യു ഫാമിലി. അവർക്ക് ദൈവം നൽകിയ 2 പെൺകുഞ്ഞുങ്ങളിൽ മൂത്ത മകളാണ് എക്സിപ്പ എന്ന് നമ്മൾ വിളിക്കുന്ന നന്മ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിലകളിലും കർത്തൃദാസന്മാർ പറഞ്ഞതുപോലെ കർത്തൃദാസന്മാരുടെ, അതായത് പാസ്റ്റേഴ്സിൻ്റെ മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയാറുണ്ട്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് 100% മാർക്ക് കൊടുക്കുവാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ലഭിച്ച മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടും വേദിയിലായിരിക്കുന്നവരോടും ഈ ഓഡിറ്റോറിയത്തിലും ആയിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നിരണം ടാബർനാക്കിൾ സഭയുടെ എല്ലാവിധ സന്തോഷവും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചെയ്തു. ഏറെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ സാന്നിധ്യത്തിൽ പങ്കുചേരുവാൻ ദൈവം ഒരുക്കി തന്ന ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എബനേസർ സഭയുടെ ചേതക്കൽ സഭയുടെ ഏറ്റവും അനുഗ്രഹീതമായൊരു കുടുംബമാണ് ഞങ്ങളുടെ പ്രിയ നിത്യതയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജോർജ് കുട്ടിച്ചാൻ്റെയും പ്രിയ കുഞ്ഞോളമാമയുടെയും കുടുംബം. അവർക്ക് ദൈവം ദാനമായി നൽകിയ 2 തലമുറകളും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായ നിമിഷങ്ങളാണ്. പ്രാരംഭ കാലഘട്ടം മുതൽ ആത്മീയമായ ബന്ധങ്ങൾ വാത്സല്യ കുടുംബവുമായി ഉണ്ട്. വിശേഷ പ്രിയ ബിജു പാസ്റ്ററുമായും പ്രിയ ചേച്ചിയും പ്രിയ തലമുറകളുമായും ഒക്കെ നൽകിയ നല്ല ബന്ധങ്ങൾ പ്രിയ മകൾ നന്മയുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ഏറെ ഭാഗ്യമായി കണക്കിടുകയാണ്. സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ഒരു ചെറിയ ആശംസ വാക്കുകൾ മാത്രം പങ്കുവെച്ച് ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ താളുകൾ എഴുതി തുടങ്ങുന്ന ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന പുതിയ നിയമത്തിൻ്റെ താളുകളിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമെന്നോ അത്ഭുതങ്ങളുടെ ആരംഭമെന്നൊക്കെ പറയാൻ കഴിയുന്ന കനാവിലെ കല്യാണ വിരുന്നിൽ നിന്ന ഉയരേണ്ട, അപമാനം ഉയരേണ്ട, പരിഹാസം ഉയരേണ്ട വേദിയിൽ അവരെ വിജയിപ്പിച്ച 3 ഘടകങ്ങൾ. ഒന്നത്തെ ഇൻവൈറ്റ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനെ ആ വിവാഹ വേദിയിൽ അവർ ക്ഷണിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്തത്തെ ഇൻഫോം ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനോട് അവർ വിഷമതകൾ അവർ പങ്കുവച്ചു എന്നുള്ളതാണ്. 3 ദ ഇൻവോൾവ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ അവിടുത്തെ ആ ക്രമീകരണങ്ങൾക്കകത്ത് ഉൾപ്പെടുത്തി അവൻ്റെ വാക്കിന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രിയ മക്കളുടെ വിവാഹ ശുശ്രൂഷ 3-ാം തീയതി നടക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തുടക്കം കുറിച്ച് തറക്കല്ലിടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ നടക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരാൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ 1 ഇൻവൈറ്റ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിനെ ക്ഷണിക്കുക. 2 നിങ്ങളുടെ പ്രശ്നങ്ങൾ, കൊച്ചു സങ്കട നിമിഷങ്ങളും പരിതാപകത്തിൻ്റെ നിമിഷങ്ങളുമൊക്കെ വരാം. മനുഷ്യനോട് പറഞ്ഞാൽ പരിമിതിയുണ്ട്, എന്നാൽ പറയേണ്ടവനോട് പറഞ്ഞാൽ അതിന് പരിഹാരം വരുത്താൻ കഴിയുന്ന കർത്താവിനോട് പങ്കുവെക്കുക. 3 ഇൻവോൾവ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കപ്പെടുന്നെങ്കിൽ ഏറ്റവും ധന്യകരമായ കുടുംബജീവിതം നയിക്കാനുള്ള ദൈവകൃപ ആഴമായി നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും IPC എബനേസർ ചേത്തക്കൽ സഭയുടെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പുത്രികാ സംഘടനയായ PBIP റാന്നി ഈസ്റ്റർ സെൻറ്ററിൻ്റെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും നേരുന്നു. സർവശക്തൻ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എല്ലാ നന്മകളും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ച ദൈവദാസന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന വിശിഷ്ട ദൈവദാസന്മാർ, എല്ലാ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപാണ്
പ്രിയ നന്മമൂലമായിട്ട് കൊഴുവല്ലൂർ ഐ പി സഭയിലേക്ക് ബിജു പാസ്റ്റർ കുടുംബവും കടന്നു വരുന്നത്. അന്ന് എനിക്ക് തോന്നുന്നത് നന്മയ്ക്ക് 4 വയസ്സ്, 3.5-4 വയസ്സ്. അതിനുശേഷമാണ് ഇളയ പുത്രി ഉണ്ടാകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഞങ്ങളുടെ കൊഴുവല്ലൂർ സഭയ്ക്ക് ചെറിയ പ്രായത്തിലാണ് പ്രിയ ബിജു പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരുന്നത്. എനിക്കൊന്ന് 2ാമത്തെ സഭയായിരുന്നു ഞങ്ങളുടെ സഭ. ആ കാലയളവിൽ 6 വർഷക്കാലം ഞങ്ങളുടെ മധ്യത്തിലായിരുന്ന ആ കാലയളവിൽ വളരെ സഭയ്ക്കും ഏവർക്കും വളരെ അനുഗ്രഹപ്രദമായ ഒരു കുടുംബമായിരുന്നു പ്രിയ ബിജു പാസ്റ്ററിൻ്റെ കുടുംബം. പ്രിയ നന്മമോളെ പറ്റി പറയുകയാണെങ്കിൽ ഏത് കാര്യത്തിനും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് അവളുടേത്. ദേഷ്യപ്പെട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രിയ പൈതലിനെയാണ് മോനെ നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ അവളെപ്പോഴും ഈ ചിരിയോടുകൂടി മുൻപോട്ട് ആയിരിക്കും. അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു സന്തോഷകരമായിട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതം ഒന്നേ മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക ഉള്ളതായിരിക്കണം. നിങ്ങളെ കാണുന്നവർ പറയണം, അതെ ആ ഒരു കുടുംബം പോലെ ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിലുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊഴുവല്ലൂർ IPC എബനേസർ സഭയുടെ എല്ലാവിധമായ മംഗളാശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. KC ജോൺ സാർ ഉൾപ്പെടെയുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ബിജു മാത്യു പാസ്റ്റർ കുടുംബം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന IPC പഴന്തോട്ടം ബദൽ വർഷിപ്പ് സെൻറ്റർ സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 5 വർഷം ശുശ്രൂഷയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി. ഞങ്ങളവിടുന്ന് സഭയിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർക്ക് ഈ നിശ്ചയത്തിൽ സംബന്ധിപ്പാനായിട്ട് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. ബിജു മാത്യു പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും ശുശ്രൂഷ പഴന്തോട്ടം സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. അവരുടെ ആ ശുശ്രൂഷ കാലയളവ് സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വർഷങ്ങളായിരുന്നു എന്നെനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ച പ്രിയമോൻ ടിൻഡു, പ്രിയമോൾ ഹെസിബ, അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും IPC പഴന്തോട്ടം സഭയിലെ എല്ലാ ദൈവമക്കളുടെയും പേരിലുള്ള എല്ലാ അനുഗ്രഹ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും. ദൈവത്തിന് സ്തോത്രം. സന്തോഷകരമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആൽപ്പാറ സഭയോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ ബഹുമാനപ്പെട്ട കർത്തദാസൻ ബിജു മാത്യു പാസ്റ്റർ 3 വർഷം സന്തോഷകരമായി ശുശ്രൂഷ ചെയ്യുവാനിടയായി തീർന്നു. കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നെങ്കിലും പ്രിയ പാസ്റ്ററേയും കുടുംബത്തെയും ഒരിക്കലും മറക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ സന്തോഷ ദിനത്തിൽ പ്രിയ ടിൻഡുമോനോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. പ്രിയ സഹോദരന് ഒരു നന്മയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയ സഹോദരനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നു. എന്നാൽ നാം ഇവിടെ വിവാഹ ശുശ്രൂഷയാണ് നടക്കാൻ, അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായിട്ടാണ്. അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ടിൻഡുമോൻ പ്രിയ നന്മയെ സ്നേഹിക്കണം. ആ സ്നേഹം എത്ര വരെയാണ്? ക്രൂശിലെ മരണത്തോളം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും ടിൻഡുമോൻ നന്മയെ സ്നേഹിക്കണം. നല്ല 2 പൈതങ്ങളാണ്. നന്മയും നന്മയുടെ സഹോദരിയും ഞങ്ങളുടെ സഭയിൽ 3 വർഷം വളരെ സന്തോഷകരമായി ആത്മാർത്ഥമായി
ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, പ്രത്യേകാൽ ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആൽപ്പാറ സഭയുടെ ഞങ്ങൾ ചുരുക്കം പേരായിട്ട് കടന്നു വരാനിടയായി തീർന്നു. എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയരായ കർത്തൃദാസന്മാരും വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ച പ്രിയ പൈതൽ നന്മയോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യുവുമായിട്ടുള്ള സ്നേഹവും ബന്ധവും നിമിത്തമാണ് ഇവിടെ കടന്നു വരാനിടയായത്. ചില വർഷങ്ങളായി ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിതരാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ പരസ്പരം ആത്മീയ കാര്യങ്ങൾക്കോ മറ്റ് ഏതെങ്കിലും വിഷയങ്ങൾക്കോ പരസ്പരം സംഭാഷണങ്ങൾ നടത്താറുള്ളവരാണ്. ആ സ്നേഹബന്ധം തുടരുന്നു. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പ്രിയ മകൾ അനുഗ്രഹിക്കപ്പെട്ട പഠനങ്ങൾ പൂർത്തീകരിച്ച് നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. പ്രത്യേകമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ പൈതലിന് നൽകട്ടെ. വേദപുസ്തകത്തിൽ ഹിസ്കിയാവിൻ്റെ ഭാര്യയും മനശ്ശയുടെ അമ്മയുമായ ഹെപ്സിബയെ വചനത്തിൽ കാണാൻ കഴിയും. ആ വാക്കിൻ്റെ അർത്ഥം അവൾ എൻ്റെ സന്തോഷം ആകുന്നു എന്നുള്ളതുപോലെ ടിൻറ്റുവിന് ഒരു സന്തോഷമാണ് ദൈവം ഇന്ന് നൽകിയിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് കർത്താവിൻ ദാസൻ വാളകം സെൻറ്ററിൽ പ്രവർത്തിച്ചിട്ടുള്ള കർത്തദാസനാണ്. പാസ്റ്റർ അനിൽ കുര്യാക്കോസിൻ്റെ പ്രത്യേകമായ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. ഓർപ്പിച്ച് ഞങ്ങളുടെ കർത്തദാസന്മാർ ധാരാളം പേരുണ്ട്, അവരുടെ എല്ലാം അനുമോദനങ്ങൾ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇരുവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ മകളുടെ പിതാവ് ബിജു മാത്യു, അദ്ദേഹവുമായിട്ട് ദീർഘവർഷത്തെ ആത്മീക ബന്ധമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ വെള്ളാപ്പള്ളിയിൽ ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് 10-30 വർഷം മുൻപ് അദ്ദേഹം വന്ന് ശുശ്രൂഷകൾ ആരംഭിച്ച സമയത്തും ഒന്നിച്ചുള്ള കൂട്ടായ്മകൾ ലഭിച്ചു. അദ്ദേഹം ഇരിക്കുന്ന മിക്ക സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ ദൈവം സാവകാശം തന്നിട്ടുണ്ട്. നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം. എന്നാൽ ഇന്ന് നേരത്തെ വരണമെന്ന് ചിന്തിച്ചു. എന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, 1-2 ദുഃഖഭവനങ്ങളിൽ അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. രാവിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മീറ്റിംഗ്, ഞങ്ങളുടെ സഭയിലൊരു മാതാവ് വളരെ സുഖമില്ലാതിരിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് വൈകിയത്. വിളിച്ച് ഞാൻ പറഞ്ഞു. എങ്കിലും എന്നോട് പറഞ്ഞു, താമസിച്ചാലും വന്ന് 2 വാക്ക് ആശംസ പറയണം. സമയം അനുവദിച്ച കർത്തൃദാസനും ചുമതലപ്പെട്ടവർക്ക് നന്ദി. എളിയവരും തിരുവല്ല സഭയും ഈ കുടുംബജീവിതത്തിലേക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രവേശിക്കുന്ന മക്കളെ ആശംസിക്കുന്നു. എന്തിനാണ് കുടുംബജീവിതം? 2 വരി ഒന്ന് ചൊല്ലാം. ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും, രോഗാഭിഭവം നീക്കി ആരോഗ്യമരുളിടും. ജീവിതം തൃണമാക്കും, നിമിഷം യുഗമാക്കും, ഭാവനാശക്തിയേറെ വളർത്തും, നഷ്ടമാക്കും. ശങ്കയെ നിഷ്കാസിക്കും, ബന്ധനം വേർപെടുത്തും, ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യ ഭൂവിലെത്തും. എന്തുതാൻ ഇതിൽ പരം സാധ്യമല്ലാത്തതോർക്കിൽ അന്ധതാമിശ്രത്തെയും ആനന്ദപൂർണമാക്കും. ഞാനൊരിക്കൽ ഇത് ചൊല്ലിയ പറഞ്ഞു, അതെല്ലാം കൂടെ വിവരിച്ചേച്ച് വേണം പോകാനെന്ന്. ഇന്ന് അതിന് തുനിയുന്നില്ല. ബഹുമാന്യരായ കർത്തദാസന്മാരുടെ മാന്യ സദസ്സോർത്ത്, ബഹുമാനപ്പെട്ട KC പാസ്റ്റർ അടക്കമുള്ള ദൈവഭൃത്യന്മാരുടെ സദസ്സോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ ദൈവദാസന്മാർ രക്തദാനികൾ കൊന്നു നിൽക്കുന്നതിനടക്കം ഈ സദസ്സ് വളരെ സമ്പുഷ്ടമാക്കി മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് സമയമനുവദിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്ക് നന്ദി. എനിക്ക് ഒരു കാര്യം പറയാം, കൂടപ്പെട്ടവരോട് പറയാനുള്ള കാര്യം, ഇതെല്ലാം ഇവിടെ ഓർപ്പിച്ച് കാണുന്ന നിഴല പൊരുളായൊരു കാര്യം നടക്കും. അതുകൊണ്ട് അതിന് ഉൾപ്പെടണമെങ്കിൽ സകല ആൾക്കാരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം രക്ഷകൻ. അതിനെ തുടർന്ന് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചേത്തക്കൽ യവനസഭയിലെ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബമാണ് മുളയങ്കുന്നത്ത്
കുടുംബം, പ്രിയ മുളങ്കുന്നത്ത് പ്രിയ അമ്മച്ചി, പി ജി പക്ഷേ മാതാവ്, അതുപോലെ തന്നെ ഗിരിജ സിസ്റ്റർ മാതാവ്, 2 മാതാക്കൾ ഇവിടെയുണ്ട്. പ്രിയ മാതാവിന് 2 ആൺമക്കളെയാണ് ദൈവം ദാനം നൽകിയത്. അവർ 2 പേരും കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചേർത്തല ലേപന സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ മാതാവ് കരഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മാതാവാണ്. ആ അനുഗ്രഹമാണ് നമുക്കിന്നിവിടെ കാണുവാൻ കഴിയുന്നത്. ആ കുടുംബത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ ദൈവവചനം അതിശക്തമായി സംസാരിച്ച ബഹുമാന്യ കർത്തൃദാസന്മാർ, ആശംസകൾ അറിയിച്ചതായ ദൈവദാസന്മാർ, അതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഇരു കുടുംബങ്ങളിൽ വന്നതായ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ സകലർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രിയ ബിജി പാസ്റ്ററിൻ്റെ സഹോദരൻ ദൈവത്തിന് സ്തോത്രം ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. തുടർന്ന് നന്ദി അറിയിക്കുവാൻ വേണ്ടി പ്രിയ ബൈജി പാസ്റ്ററെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വാത്സല്യ ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രിയ മൂത്ത മകളുടെ വിവാഹ നിശ്ചയമാണല്ലോ ഇവിടെ വെച്ച് നടക്കുന്നത്. ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പൈതലിൻ്റെ വിവാഹ നിശ്ചയം അനുഗ്രഹമായി നടക്കുവാൻ ദൈവം ഇടയാക്കിയ ആദ്യമേ കർത്താവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. എന്നിൽ അർപ്പിച്ചിരിക്കുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വിവാഹ നിശ്ചയം അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ മാതൃസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി ചാക്കോ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ശക്തമായ കൺവെൻഷൻ സ്റ്റേജുകളിലും അനേകയിടങ്ങളിലും നേതൃത്വ നിരയിലും മുൻനിരയിൽ നിന്ന് ശക്തമായി പ്രയോജനപ്പെട്ട നമ്മളേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തിരുവല്ല സെൻറ്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന പവർ വിഷൻ ചാനലിൻ്റെ ചെയർമാനുമായിരിക്കുന്ന വാത്സല്യ കെ സി ജോൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ വിവാഹ നിശ്ചയത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം പോലെ പ്രതിനിധികൾ ഞങ്ങളെ സ്നേഹിക്കുകയും ജസ്റ്റിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ കുന്നനിക്കുന്നതിൽ അവരോട് പ്രത്യേക ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും ഉള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതിലുപരിയായിട്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന എരുമേലി സെൻറ്ററിൻ്റെ എന്നെ ഏറെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ഒരു മകനെ പോലെ സ്നേഹിച്ച് എനിക്ക് കൈത്താങ്ങൽ തരുന്ന എൻ്റെ വാത്സല്യ പ്രിയ തോമസ് മാത്യു ചാരുവേലി പാസ്റ്റർ ഈ വേദിയിലുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തിരുവല്ല സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ അജു അലക്സാണ്. കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ട് നന്ദി പ്രത്യേക കുടുംബത്തിൻ്റെ പേരിലും മുൻകാല PAPയുടെ പ്രസിഡൻ്റായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച കർത്താവിൻ്റെ ദാസനാണ്. പ്രത്യേകമുള്ള നന്ദിയും ഈ ദണ്ഡത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. തിരുവല്ല സെൻറ്ററിൻ്റെ സെൻറ്ററിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്തവ്യഭൃത്യന്മാരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. നിരണം സഭയിലുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കർത്തവ്യവേലയിലായിരിക്കുന്ന വാത്സല്യ നിരണം സഭയിലുള്ള ദൈവമക്കൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുത്തു നിൽക്കുന്ന വാത്സല്യ സഭയിലുള്ള എല്ലാ ദൈവമക്കളും പ്രത്യേക സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ കുരുവിള ആലഞ്ചേരിയോടുള്ള നന്ദി ഇതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കൊട്ടാരക്കരയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വാത്സല്യ പ്രിയ ടിൻറ്റുവിൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുണ്ട്. പ്രത്യേക സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന് ഞാനെപ്പോഴും പ്രസംഗമൊക്കെ കേൾക്കുന്നതും അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ അനീഷ് കാവാലും. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഇതരണത്തിൽ അറിയിക്കുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർ, ഓഡിയൻസിലിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർ, അവരെല്ലാവരെയും കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. തിരുവല്ല സാറിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും പ്രിയ
ടിൻഡുവിൻ്റെ സഭാ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനോടും ഉള്ള പ്രത്യേക കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം സ്തുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ കൊയറിനോട് പ്രത്യേക പ്രിയ ജെമൻസൺ, പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരോടുള്ള നന്ദി കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഈ സ്റ്റേജ് റെക്കഗ്നേഷൻ ചെയ്ത വാത്സല്യ പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. ഫുഡ് ക്രമീകരണം ചെയ്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി ഈ തരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പടങ്ങൾ ഒപ്പിയെടുക്കുന്ന വാത്സല്യ പ്രിയ സഹോദരങ്ങളോട് വീഡിയോ ഫോട്ടോഗ്രാഫറോടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഇന്ന് വിവാഹ നിശ്ചയത്തിൽ പ്രവേശിച്ച പ്രിയ ടിൻഡിനോടും പ്രിയ ഹെപ്സിബായോടും നിങ്ങളോടുള്ള നന്ദി ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകം കൊട്ടാരക്കര എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രതിദാനം ചെയ്ത പല ഡിസ്ട്രിക്റ്റുകളിൽ പ്രതിദാനം ചെയ്തു. ആൽപ്പാറയിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, പഴന്തോട്ടത്തിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, കൊഴുവല്ലൂർ കടന്നു വന്നവരുണ്ട്. അവിടെ നിന്നുള്ള എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രതിദാനം ചെയ്ത എൻ്റെ പെന്തക്കോസ്ത് ദൈവസഭ എരുമേലി സെൻറ്ററിലുള്ള ആലപ്ര സഭയിലുള്ള ദൈവമക്കൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരോടുള്ള പ്രത്യേക നന്ദി ഈ തരണത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെ പേരിലുള്ള അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും നന്ദി അറിയിച്ചതായ ബൈജു പാസ്റ്ററോടുള്ളായ നന്ദി അറിയിക്കുന്നു. തുറന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ വേണ്ടി പാസ്റ്റർ എൻ എ ഷമേലിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസനായി ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ ബിജു പാസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ മുളങ്ങുന്നവൻ്റെ പ്രദേശത്തെ നിൻ്റെ നാമത്തിന് വിളിച്ച് വേർതിരിച്ചു മക്കൾ രണ്ടുപേരും വേലിയിലായിരിക്കാനും ദൈവമായ കർത്താവ് സഹായിച്ചു. കർത്താവെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവുന്ന ദൈവത്തെ വചനപ്രകാരം അവർ ഏൽപ്പിച്ച വേലയിൽ മുന്നേറുവാനും അവരുടെ തലമുറ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രിയ നന്മയോടെ വാങ്ങുന്ന ബന്ധത്തിൽ കർത്താവ് ഞങ്ങൾ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, തനിക്ക് നിശ്ചയിക്കപ്പെട്ട പ്രിയ ടിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കടന്നു വന്ന ദൈവമക്കൾക്കായി ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. ഇരുഭവനങ്ങളുടെയും ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ചുമതലയുള്ള വിശേഷ ദൈവദാസന്മാർ കൂടി വരുവാനും നല്ല അനുഗ്രഹമായ വചനങ്ങൾ പറയുവാനും കർത്താവ് സഹായിച്ചല്ലോ. ഈ ശുശ്രൂഷകൾ ഭംഗിയായി ചെയ്യുവാൻ തക്കോണം ഞങ്ങളുടെ ചേത്തകൾ സഭയിലെ കർത്താവ് ദാസനെയും വിശ്വാസ കുടുംബങ്ങളെയും കൂട്ടിവരുത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇന്ന് പോൽക്കാലം വിവാഹ നിശ്ചയത്തിലേക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ വിവാഹം അതേ 3-ാം തീയതി നടക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇവിടെ കാനാവിലെ കല്യാണത്തിലെ ഭവനത്തിലെ പാരായ്മകൾ പരിഹരിച്ചതുപോലെ ആ ഭവനത്തിൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യേശുവിനെ സ്വീകരിച്ചതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കർത്താവിനെ മുൻനിർത്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഉടലെടുക്കുവാനും ദൈവസഭയ്ക്ക് അവരെ ആ സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ടവരുമായി തീരുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. തുടർന്ന് റവറൻഡ് ഡോക്ടർ കെ സി ജോൺ അവറുകൾ ആശീർവാദം പറയും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷ ഇന്ന് വിവാഹം നിശ്ചയിക്കപ്പെട്ട മണവാളുടെ കൂടെയും മണവാട്ടിയുടെ കൂടെയും ഇരു കുടുംബങ്ങളുടെ കൂടെയും തുറന്നു നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷയുടെ കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഭർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പോൽക്കാലം ജയം നൽകി തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു പദവിയും അനുഗ്രഹവുമാണ്. എന്നാൽ ദൈവ സാന്നിധ്യം ഉള്ള ഇടങ്ങളിൽ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളായ ടിൻഡു, റിസീവ അവരെ കൂട്ടിക്കയറ്റുന്നത് ഇന്ന് നടന്ന നിശ്ചയം ദൈവനിയോഗത്താലാകുന്നു. അവരെ കുടുംബമായിട്ടൊന്നു ചേർന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ കണ്ണാടിക്കൽ കുടുംബ യോഗത്തിൻ്റെ നാമത്തിൽ
എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കുടുംബയോഗത്തിൻ്റെ സ്നേഹ ഉപകാരമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് സി ടി തോമസ് ഇപ്പോൾ ഒരു വിശുദ്ധ വേദപുസ്തകം നൽകുന്നതായി. ഒരിക്കൽ കുടുംബാംഗങ്ങളോട് പ്രത്യേകാൽ ഞങ്ങൾക്കുള്ള നന്ദി. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നനച്ചതില്ല. അതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ
എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദര യേശു എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദുലം. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേയുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ എനിക്കേറ്റ പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ യേശു. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ.
എന്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീ പൂ പോലെ മൃദുലം.